ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും വിനീതമായ നമസ്തേ. ഈ ആഴ്ചയിലെ തുടക്കം ഒരു കഥ കേട്ടുകൊണ്ടാകും. ഡെൻവർ പ്രവിശ്യയിലെ അധികാരിയായിരുന്നു ഇമ്മാനുവൽ പ്രഭു. ലോർഡ് ഇമ്മാനുവലിൻ്റെ പ്രായോഗിക ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലും അയാൾ ദുഷ്ടനും ക്രൂരനും വൈകല്യമുള്ള സ്വഭാവങ്ങൾക്കും അടിമയായിരുന്നു. മറ്റു പ്രഭുക്കളെല്ലാം കുതിരപ്പന്തയത്തിലോ നായാട്ടിലോ മല്ലയുദ്ധത്തിലോ എല്ലാം ആനന്ദം കണ്ടിരുന്നപ്പോൾ ഇമ്മാനുവൽ പ്രഭുവിൻ്റെ വിനോദം തികച്ചും ക്രൂരവും വ്യത്യസ്തവുമായിരുന്നു. ജീവനുള്ള എലികളെ പിടിക്കുക, ഒരു വാട്ടർ ടാങ്കിൽ വെള്ളം നിറയ്ക്കുക, എന്നിട്ട് എലിയെ അതിനകത്തോട്ടിടുക. 10-20 മിനിറ്റും പ്രാണരക്ഷാർത്ഥം എലികൾ അതിൽ നീന്തുമ്പോൾ അതിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി വാട്ടർ ടാങ്കിൻ്റെ സൈഡിൽ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ പ്രഭു തൻ്റെ ഒരു നീണ്ട വടികൊണ്ട് അവയെ തള്ളി വീണ്ടും വെള്ളത്തിലോട്ടിടും. അങ്ങനെ 10-15 മിനിറ്റ് നീന്തി അവശനാകുന്ന എലികൾ നേരെ നീന്തി വെള്ളത്തിനടിയിലോട്ട് പോയി മരിക്കുന്നത് കാണുമ്പോൾ പ്രഭുവിന് വല്ലാത്തൊരു അനുഭൂതിയും ആനന്ദവും ആയിരുന്നു. ഇത്തരത്തിൽ വിചിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിനോദം. ഈ വിനോദം ഏതവസ്ഥയിലും അദ്ദേഹം ആസ്വദിക്കുമായിരുന്നു. സങ്കടമാണെങ്കിലും അദ്ദേഹത്തിന് സന്തോഷമാണെങ്കിലും അദ്ദേഹത്തിന് ടെൻഷനുണ്ടെങ്കിലും സമയവും വ്യത്യാസമില്ലാതെ രാവെന്നോ പകലെന്നോ അദ്ദേഹത്തിന് തോന്നുമ്പോൾ ഈ വിനോദത്തിൽ ഏർപ്പെടുമായിരുന്നു. ഇതിനായി ഒരു പ്രത്യേക മുറി തന്നെ അദ്ദേഹത്തിൻ്റെ മാളികയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു ദിവസം സാഹയാനം ഇതുപോലെ വൃദ്ധന്മാരോട് ആജ്ഞാപിച്ചതനുസരിച്ച് അവർ ഈ സജ്ജീകരിച്ചിട്ടുള്ള കണ്ണാടി ടാങ്കിനകത്ത് വെള്ളം നിറയ്ക്കുകയും ഒരു കൂട്ടിൽ എലിയെ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. ഇമ്മാനുവൽ അവിടെ വന്ന് ഒരു കസേരയിലിരുന്ന് കൂടിൽ നിന്ന് എലിയെ എടുത്ത് നോക്കിയിട്ട് അതിനെ വെള്ളത്തിലോട്ടിട്ടു. മറ്റെലികളെപ്പോലെ ഈ എലിയും നീന്തുവാൻ തുടങ്ങി. കുറച്ച് സമയം നീന്തും, എന്നിട്ട് അതിൻ്റെ സൈഡിലെങ്ങാനും പറ്റിപ്പിടിച്ച് കയറുവാൻ നോക്കും. അങ്ങനെ നോക്കുമ്പോൾ 2-3 പ്രാവശ്യം ഇമ്മാനുവൽ തൻ്റെ വടി കൊണ്ട് എലിയെ തട്ടി വീണ്ടും വെള്ളത്തിലേക്ക് ഇട്ടു. 4-മത്തെ പ്രാവശ്യവും എലി രക്ഷപ്പെടാനായി സൈഡിൽ പിടിച്ചിരുന്നപ്പോൾ ഇമ്മാനുവൽ തൻ്റെ വടി കൊണ്ട് അതിനെ തട്ടി വെള്ളത്തിലിടുവാൻ ശ്രമിച്ചു. പക്ഷേ എന്തോ എലി ആ വടിയിൽ അള്ളിപ്പിടിച്ച് കയറി അള്ളിപ്പിടിച്ചിരുന്നു. ഇമ്മാനുവൽ അതിനെ ശക്തമായി ഒന്ന് കുടഞ്ഞ് വെള്ളത്തിലിടാൻ നോക്കി. ഭാഗ്യം, എലി തെറിച്ച് പുറത്തേക്കാണ് വീണത്. എലി വീണതോ ഇമ്മാനുവലിൻ്റെ മലർത്തി വച്ചിരുന്ന തൊപ്പിക്കുള്ളിൽ. വീഴ്ചയുടെ ആഘാതമോ നീന്തി തളർന്നതിൻ്റെ ക്ഷീണമോ ആകാം, എലി അനക്കമില്ലാതെ ആ തൊപ്പിക്കുള്ളിൽ കിടന്നു. എലി മരിച്ചുപോയി കാണുമോ എന്ന് പരിശോധിക്കുവാനായിട്ട് ഇമ്മാനുവൽ അതിനെ കയ്യിലിടും. അതിനെ 1-2 പ്രാവശ്യം തലോടി. അപ്പോൾ എലി പതുക്കെ അതിൻ്റെ ചെവികൾ അനക്കി തുടങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും അയാൾ തലോടിയപ്പോൾ എലി ദയനീയമായി അതിൻ്റെ കണ്ണ് തുറന്ന് ഇമ്മാനുവലിനെ നോക്കി. ഈ നോട്ടം സത്യത്തിൽ ഇമ്മാനുവലിന് ഭയമുണ്ടാക്കി. അപ്പോൾ തന്നെ ഇമ്മാനുവലിൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു. ഒരുപക്ഷെ ഈ എലിക്ക് ദൈവം ആയുസ് നീട്ടിക്കൊടുത്തതായിരിക്കുമോ? അടുത്ത നിമിഷം തന്നെ ആ ചിന്തകൾ വഴിമാറി. ഈ ഡെൻവർ പ്രവിശ്യയിൽ ഇമ്മാനുവലിൻ്റെ ആഗ്രഹങ്ങളും പ്രവൃത്തികളും മാത്രമേ ഫലമുള്ളതാവുകയുള്ളൂ. മറ്റെലികളിൽ നിന്ന് ഈ എലിക്ക് എന്താണ് പ്രത്യേകത? അവൻ്റെ മനസ്സ് പറഞ്ഞു. ഏറിയാൽ ഒരു 10 മിനിറ്റ്, അത് കഴിഞ്ഞ് മറ്റുള്ള എലികൾക്കുണ്ടായ സംഭവിച്ചതുപോലെ തന്നെ ഇതിലും സംഭവിക്കും. ഇമ്മാനുവലിൻ്റെ അഹങ്കാരവും ഈഗോയും പ്രവർത്തിച്ചു. അയാൾ വീണ്ടും എലിയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. കാത്തിരുന്നു. എലി പഴയതുപോലെ തന്നെ നീന്താൻ തുടങ്ങി. 10-15 മിനിറ്റ് എന്നുള്ളത് 1 മണിക്കൂറിലേക്ക് മാറി. എലി നീന്തിക്കൊണ്ടേയിരുന്നു.
മണിക്കൂറുകൾ മാറി മാറി വൈകിട്ട് 5 മണിക്ക് തുടങ്ങിയ പ്രവൃത്തി പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് 5 മണിയായിട്ടും എലി നീന്തൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഇമ്മാനുവൽ ആകെ നിരാശനും അസ്വസ്ഥനുമായി. അയാൾ കുറച്ചു നേരം വിശ്രമിച്ചിട്ട് വരാമെന്ന് കരുതി അന്തഃപുരത്തിലേക്ക് പോയി. അവിടെ കിടന്ന അയാൾ നല്ലവണ്ണം ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം ഉച്ചയോടുകൂടിയാണ് അയാൾ ഉണർന്നപ്പോൾ തന്നെ അയാൾ നേരെ വന്നത് ഈ എലിയെ ഇട്ട ടാങ്കിൻ്റെ മുന്നിലേക്കായി. അത്ഭുതമോ അതിശയമോ, എലി പഴയതുപോലെ തന്നെ നീന്തിക്കൊണ്ടേയിരിക്കും. 12 മണിക്കൂറായിട്ടും എലിക്കൊന്നും സംഭവിച്ചു. വീണ്ടും ക്ഷമയോടുകൂടി ഇമ്മാനുവൽ കാത്തിരുന്നു. ആ കാത്തിരിപ്പ് 2 ദിവസത്തോളം നീണ്ടു. എലിയുടെ നീന്തലിന് ഒരു മാറ്റവുമില്ല. അങ്ങനെ 48 മണിക്കൂർ കഴിഞ്ഞ് 52 മണിക്കൂറായപ്പോൾ ഇമ്മാനുവലിൻ്റെ മനസ്സിലെ ഭയം കൊണ്ടാകാം ഇമ്മാനുവൽ ഭൃത്യന്മാരെ വിളിച്ചു പറഞ്ഞു, ആ എലിയെ പുറത്തെടുത്ത് സ്വതന്ത്രമാക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ജീവിതത്തിലാദ്യമായി ക്രൂരനായ ഇമ്മാനുവൽ ഒരു എലിയുടെ മുന്നിൽ പരാജിതനായി. മറ്റെലികൾക്ക് സംഭവിക്കുന്നത് എന്താണ്? വെള്ളത്തിലിട്ട ഉടനെ തന്നെ അതിൻ്റെ പ്രതീക്ഷകൾ തകരുന്നു. 1-2 പ്രാവശ്യം അത് രക്ഷപ്പെടുവാനായി ശ്രമിക്കുമ്പോൾ വീണ്ടും ഇമ്മാനുവൽ തൻ്റെ വടികൊണ്ട് തട്ടി അതിനെ വെള്ളത്തിലിടും. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നും തങ്ങളെ രക്ഷിക്കാൻ ആരും വരികയില്ല എന്നുമുള്ള ചിന്ത എലികളുടെ പ്രതീക്ഷ കെടുത്തും. ക്രമേണ ആ മാനസിക ദൗർബല്യം ആ എലികളെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ എലിക്ക് സംഭവിച്ചത് ഇത് ഓരോ പ്രാവശ്യവും ഇമ്മാനുവൽ തൻ്റെ വടികൊണ്ട് അതിനെ തള്ളിത്തറയിടാൻ നോക്കുമ്പോഴും എലി വിചാരിക്കുന്നത് ആരോ തന്നെ സഹായിക്കുവാനായി വരുന്നതായിട്ടാണ്. അതുകൊണ്ടാണ് 4-മത്തെ പ്രാവശ്യം അത് ആ സർവശക്തിയും ഉപയോഗിച്ച് ആ കമ്പിൽ ബലമായി പിടിക്കുകയും പുറത്തേക്ക് എറിയുവാനുള്ള സാഹചര്യമുണ്ടായി. എലി നിരാശ അല്ലെങ്കിൽ പ്രതീക്ഷയില്ലായ്മ എന്നുള്ള ആ വികാരത്തിനെ മനസ്സിൽ നിന്ന് തന്നെ കളഞ്ഞു. അത് എപ്പോഴെങ്കിലും ആരെങ്കിലും വന്ന് തന്നെ രക്ഷപ്പെടുത്തും, അതിനായി ദൈവം ആരെങ്കിലും അയക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ അതിന് ദുഷ്ടനും അഹങ്കാരിയുമായ ഇമ്മാനുവലിനെ മുട്ടുമടക്കുവാൻ മാത്രമല്ല, അതിൻ്റെ വർഗത്തെ മുഴുക്കെ ദാരുണ്യമായ അന്ത്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും അതിൻ്റെ നിശ്ചയദാർഢ്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളിൽ പലരും ഇതുപോലെയാണ്. ജീവിതമൊക്കെ എന്തോന്ന് ജീവിതമൊക്കെ മതിയായി മടുത്തു. ഈ ചിന്ത മനസ്സിൽ വരുമ്പോൾ തന്നെ നമ്മളുടെ പതനം തുടങ്ങുകയാണ്. ആരാണോ ആശയെയും പ്രത്യാശയെയും ദൃഢമായി വിശ്വസിച്ച് അതിനെ മുറുകെ പിടിക്കുന്നത്, ഭഗവാൻ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് അത് നേടുവാൻ അവരെ സഹായിക്കും എന്ന സന്ദേശമാണ് ഈ കഥയിലൂടെ നമുക്ക് കിട്ടുന്നത്. മറ്റൊരു കഥയുമായി ഞാൻ നിങ്ങളെ വീണ്ടും കാണുന്നത് വരെ രാകേഷ് ചിമര വിടവാങ്ങും. സ്വസ്തി പ്രചാപ്യ പരിപാലയാന്താം ന്യായേണ മാർഗേണ മഹിമ ഗോബ്രഹ്മണേഭ്യോ സുഖമസ്തു മൃഗാ സമസ്ത സുഖിനോ ഭവന്തു.